പ്രിയമുള്ളവരെ, കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെയും സാധാരണക്കാരുടെയും വികാരത്തെ വെച്ചു പന്താടിയ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടത്തിയിരിക്കുന്നത്. 126 കോടി രൂപയുടെ ഈ കൊള്ളക്ക് കൂട്ടുനിന്നത് ആരാണ് എന്ന് ജനമനസ്സിലേക്ക് കൊണ്ടുവരാൻ ഈ നാടിന്റെ ഭരണകൂടത്തിന് സാധിക്കണം. കായിക വകുപ്പിനെയും സർക്കാരിനെയും മുന്നിൽ നിർത്തി മുൻ കായിക മന്ത്രിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ ചാനൽ ഉടമകൾ ഇവർ നടത്തിയ ആസൂത്രിത കൊള്ളയാണ്. വെറും 1 ലക്ഷം രൂപ മാത്രം മൂലധനമുള്ള അപേക്ഷ നൽകുന്നതിന് 20 ദിവസം മുൻപ് മാത്രം ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് കമ്പനിക്കാണ് കോടികളുടെ ഈ പദ്ധതി വെച്ച് നീട്ടിയത്. ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ അനുമതി കൊടുത്തത്? അർജന്റീന അസോസിയേഷന് പണം കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ ഒരു ബാങ്ക് രേഖയെങ്കിലും കാണിച്ചു കൊടുക്കാൻ ഈ പറയുന്നവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഫെബാ ലംഘനവും കോടികളുടെ GST വെട്ടിപ്പും നടത്തി ജനങ്ങളുടെ കണ്ണുകെട്ടാനാണ് ഇവർ ശ്രമിച്ചത്. പദ്ധതി പൊളിഞ്ഞപ്പോൾ അർജന്റീന ചതിച്ചു എന്ന് പറഞ്ഞ് കൈകഴുകാൻ മുൻ മന്ത്രി നോക്കേണ്ട. ഇത് വെറുമൊരു സാമ്പത്തിക തിരിമറി മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ് ഇതിന്റെ മറവിൽ വെളുപ്പിച്ചത്. തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് നടപ്പാക്കിയ വൻ അഴിമതിയാണ്. കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ അന്വേഷണം ഇതിൽ തന്നെ വരണം. ഈ കൊള്ളക്ക് പിന്നിൽ പ്രവർത്തിച്ച ചാനൽ മുതലാളിമാരെയും മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അടിയണ്ണിക്കുന്നതുവരെ കോൺഗ്രസ് വിശ്രമിക്കില്ല.